എല്ലാ പത്രങ്ങളിലും ഇന്ന് ആദ്യം തന്നെ കാണുന്ന ഒരു വാർത്ത കോഴിക്കോട് ക്ലോക്ക് ടവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തയാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപം ഉണ്ടായിരുന്ന ക്ലോക്ക് ടവർ ഇടിഞ്ഞു വീണതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തയാണ് എല്ലാ പത്രങ്ങളിലും മുന്നിലായിട്ട് നൽകിയിട്ടുള്ളത്. അതിൽ പറയുന്ന കാര്യം, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 2-3 പ്ലാറ്റ്ഫോമുകളിൽ സ്ഥിതി ചെയ്യുന്ന 136 വർഷം പഴക്കമുള്ള ഗോപുരം തകർന്നു വീണു. അപകട സമയത്ത് ഇരു പ്ലാറ്റ്ഫോമുകളിലും യാത്രക്കാരില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. വ്യാഴാഴ്ച രാവിലെ 11:10 ഗോപുരം പിളർന്ന് 2 പ്ലാറ്റ്ഫോമിലേക്കും റെയിൽവേ വൈദ്യുത നിലയിലേക്കും അവിടെ നിർത്തിയിട്ടിരുന്ന കോഴിക്കോട് കണ്ണൂർ പാസഞ്ചറിന് സമീപത്തേക്ക് കുതിച്ചത്. അതായത് ഏകദേശം 136 വർഷം പഴക്കമുള്ള, അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചിട്ടുള്ള ഒരു ക്ലോക്ക് ടവർ ആണ് കോഴിക്കോട് തകർന്നു വീണിട്ടുള്ളത്. മലയാള മനോരമയിൽ പറയുന്ന മറ്റൊരു കാര്യം, പൊളിച്ചു നീക്കാൻ 3 മാസം മുൻപേ റെയിൽവേ പറഞ്ഞിട്ടും കരാർ കമ്പനി അനങ്ങിയില്ല. ഒടുവിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് ടവർ തകർന്നു വീണപ്പോൾ തെളിഞ്ഞത് അനാസ്ഥയുടെ മറ്റൊരു മുഖം എന്ന രീതിയിലാണ് മലയാള മനോരമ വാർത്ത കൊടുത്തിരിക്കുന്നത്. ഇതിന് പൊളിഞ്ഞു വീഴാൻ കാരണമായിട്ടുള്ളത് ഈ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് മൺകട്ട പോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ടവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനിടയിലേക്ക് ശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ വെള്ളം ഒലിച്ചിറങ്ങിയിട്ട് അതിന് വിള്ളലുണ്ടാകുക. ആ സമയത്ത് തന്നെ നാട്ടിലുള്ളവർ അതുപോലെ തന്നെ പാസഞ്ചേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പ്രശ്നമുണ്ട് എന്നുള്ളത്. എന്നിട്ടും നടപടി എടുത്തിട്ടില്ല. 3 മാസം മുന്നേ ഇതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ നൽകിയിട്ടും റെയിൽവേ യാതൊരു തരത്തിലുള്ള നടപടികളും എടുത്തിട്ടില്ല. അത് മാത്രമല്ല, അതിന്റെ മുകളിൽ നിന്ന് സിമെന്റും അതുപോലെ തന്നെ മണ്ണ് ഒടിഞ്ഞു വീണത് കാണുകയും അത് കാണാനിടയായ പാസഞ്ചേഴ്സ് മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്തതുകൊണ്ടാണ് അത് കൂടുതൽ അപകടങ്ങളൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടത്. അത് മാത്രമല്ല, ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കോഴിക്കോട് കണ്ണൂർ പാസഞ്ചർ അവിടെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. സോ അത് ബോഗികൾ തുറക്കാത്തത് കൊണ്ടും പാസഞ്ചേഴ്സ് കയറി തുടങ്ങാത്തത് കൊണ്ടും കൂടിയാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. ഈ റെയിൽവേയുടെ വലിയൊരു അനാവസ്ഥയാണ് അതിൽ സംഭവിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് മനോരമ 5 ചോദ്യങ്ങളാണ് റെയിൽവേയോട് ഇപ്പോൾ മനോരമ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. ഉന്നയിച്ച 5 ചോദ്യങ്ങൾ. അപകടാവസ്ഥയിലാണെന്ന് 3 മാസം മുൻപ് കണ്ടെത്തിയിട്ടും നവീകരണത്തിനുള്ള പൈലിങ്ങിന് മുൻപ് എന്തുകൊണ്ട് കെട്ടിടം പൊളിച്ചില്ല? അതായത് ഒരു അത്യാവശ്യ ഘട്ടം വന്നു കഴിഞ്ഞാൽ ഇതിന് ഉള്ളിലേക്ക് കയറാൻ അല്ലെങ്കിൽ പെട്ടെന്നൊരു സംവിധാനത്തിന് എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം അവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ റെയിൽവേയുടെ വലിയൊരു ഗുരുതര വീഴ്ച തന്നെയാണ് ഇത്തരം വലിയൊരു അപകടത്തിൽ എത്തിച്ചതെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് വസ്തുത. അതിനകത്ത് ആ ഒരു വാർത്തയുടെ ഉള്ളിലെ വസ്തുത അനാസ്ഥ തന്നെയാണ് റെയിൽവേയുടെ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് കള്ളാടി ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. ഇപ്പോൾ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ 3 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. അത് നാട്ടിലേക്ക് എത്തിക്കുമെന്നടക്കമുള്ള ചില നടപടികൾ സ്വീകരിക്കും, അതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ 3 മൃതദേഹങ്ങൾ കൂടിയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പോൾ ആകെ മരണം 6 ആയി എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വാർത്ത എന്ന് പറയുന്നത്. അത് മാത്രമല്ല, കൺസ്ട്രക്ഷൻ മാനേജർ വിക്രം റാണ, സർവേയർ രാകേഷ് ഗുവൈച്ചത് എന്നിവരെ കണ്ടെത്താനുണ്ട്. ഇവർക്കായിട്ടുള്ള തിരച്ചിൽ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, മാതൃഭൂമിയിൽ നൽകിയിരിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത ഇങ്ങനെയാണ്: നടപടിക്രമങ്ങൾ പാലിക്കാതെയും അസാധാരണ തിടുക്കത്തിലുമാണ് 2134 കോടി രൂപയുടെ വയനാട് തുരങ്കപാതയ്ക്ക് 1ാം ഘട്ട പാരിസ്ഥിതിക അനുമതി ലഭ്യമാക്കിയതെന്ന ആക്ഷേപവുമായി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കത്ത്. അതുമാത്രമല്ല, ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം, കേന്ദ്ര പരിശോധന സമിതിയാകട്ടെ ഇത്രയും വലിയ പാരിസ്ഥിതിക ആഘാത പഠനം ആവശ്യമുള്ള പ്രദേശമായിരുന്നിട്ടും സന്ദർശിക്കുക പോലും ചെയ്യാതെ അനുമതി നൽകിയിരിക്കുകയാണ്. അത് മാത്രമല്ല, പദ്ധതി കരാർ ലഭിച്ച ദിലീപ് ബിൽഡ്കോണോട്ടെ മുൻപ് കരിമ്പട്ടികയിൽപ്പെട്ട കമ്പനിയാണ്. ഇവയുൾപ്പെടെ ഗുരുതരമായ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയാണ് തണ്ണീർത്തട സംരക്ഷണ അന്താരാഷ്ട്ര പ്രസ്ഥാനം എന്ന സംഘടന ചീഫ് ജസ്റ്റിസിന് കത്തയച്ചിട്ടുള്ളത്. അതായത് എന്തൊക്കെ പറഞ്ഞാലും വയനാട് ഇതിനു മുൻപ് ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണ്. മുൻപായിരുന്നു വലിയ 2 ദുരന്തങ്ങൾ, ചൂരൽമല അതുപോലെ തന്നെ മുണ്ടക്കൈ ദുരന്തങ്ങളെയൊക്കെ അതിജീവിച്ച ഒരു നാടാണ് വയനാട് എന്ന് പറയുന്നത്. ആ ഒരു സമയത്താണ് ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് യാതൊരു പഠനങ്ങളും കൂടാതെ വീണ്ടും ഇത്ര തിടുക്കപ്പെട്ട് ഇവിടെ ഒരു അടുത്തൊരു പുരോഗമന പ്രവർത്തനം എന്ന രീതിയിലാണെങ്കിൽ മനോരമ പറയുന്നുണ്ട്, വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിലേക്ക് നയിച്ചതിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്കും കൊങ്കൺ റെയിൽവേ കോർപ്പറേഷന് കീഴിലെ കരാർ കമ്പനിയായ ദിലീപ് ബിൽഡ്കോണിനും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിനും വീഴ്ചകളേറെ. മനോരമ നൽകിയിട്ടുള്ളൊരു പ്രധാനപ്പെട്ട വിവരമാണ്. വലിയ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. 3ാമതൊരു ദുരന്തത്തിലേക്ക് എത്തിച്ചത് കൂട്ടുത്തരവാദിത്തത്തിൽ പറ്റിയ അപാകതകൾ തന്നെയാണ് എന്നുള്ളത് വളരെ വ്യക്തവും കൃത്യവുമാണ്.
അതുതന്നെയാണ് പുറത്തു വരുന്ന ഓരോ വിവരങ്ങളും നമുക്കത് ചിന്തിക്കാൻ സാധിക്കുന്നത്. ആ വിവരങ്ങളിൽ കൃത്യമായി പറയുന്ന കാര്യം അത് തന്നെയാണ്. അനാസ്ഥ, വലിയ അനാസ്ഥ തന്നെയാണ് ദുരന്തത്തിലേക്ക് വഴിതെളിച്ചതെന്നുള്ളതാണ്. അത് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസികളൊക്കെ ഏറെ പേർ പറഞ്ഞതാണ് അത് അപകട സാധ്യത ഉണ്ടാകുന്ന ഒരു സ്ഥലമാണെന്നുള്ളത്. എന്നിട്ടും അവിടെ ഉണ്ടായിരുന്ന ആളുകളോ അധികൃതരോ യാതൊരു തരത്തിലുള്ള നടപടികളും എടുത്തിട്ടില്ല എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ മഴ മുന്നറിയിപ്പ് നൽകുന്നതിൽ അലംഭാവം സംഭവിച്ചിട്ടുണ്ട്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി കളക്ടർ, അതായത് ഈ പദ്ധതി പ്രദേശത്തെ ഓട്ടോമേറ്റഡ് വെതർ സ്റ്റേഷനിൽ 24 മണിക്കൂറിനിടെ 221 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തിയിട്ടും ജാഗ്രത കിട്ടിയില്ല. സാധാരണയായി നമ്മളൊരു ജില്ലയിൽ അല്ലെങ്കിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഒരു മുന്നറിയിപ്പ് വരാറുണ്ട്. അതായത് ഇന്ന ജില്ലകളിൽ റെഡ് അലേർട്ടാണ്, യെല്ലോ അലേർട്ടാണ്, ഓറഞ്ച് അലേർട്ടാണ്, ഇങ്ങനെ അലേർട്ടുകൾ, മുൻകരുതലുകൾ, മുന്നറിയിപ്പുകൾ നൽകാറുണ്ട്. സ്വാഭാവികമായിട്ടും ഇവിടെ ഇത്രയധികം മഴയുണ്ടായിട്ട് പോലും അവിടെ ഒരു ജാഗ്രത കിട്ടിയില്ല എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ ലഭിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കാൻ സാധിക്കുക? വീഴ്ച തന്നെയാണ്. അതിൽ വലിയ ഗുരുതര വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കനത്ത മഴ പെയ്തിട്ടും സമീപത്തെ കുടുംബങ്ങളെ ഒഴിപ്പിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വീഴ്ചയാണ്. അപ്പോൾ തൊട്ടടുത്തുള്ള ഗവൺമെന്റ് LP സ്കൂൾ പോലും പ്രവർത്തിച്ചു. ഒന്ന് ഓർത്തു നോക്കൂ, എത്ര കുട്ടികളാണ് പഠിക്കുന്നത്? ഒരുപാട് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ്. അവിടെ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്കാണ് ദുരന്തത്തിന്റെ ആഘാതം എന്ന് പറയുന്നത്. നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര കുട്ടികളുടെ ജീവനാണ് നഷ്ടപ്പെടുക? കൂടാതെ അധ്യാപകർ, ഇവരെല്ലാം മനുഷ്യരല്ലേ? വലിയ വീഴ്ച തന്നെയാണ് അതിൽ സംഭവിച്ചത്. ഒരു ദുരന്തം നടന്നതിന് ശേഷമാണ് സർക്കാർ ഇപ്പോഴും ഒരു നടപടി എടുക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നത്. ഒരു പക്ഷേ അവിടെ വിള്ളലുകൾ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാറ്റി നിർത്തലും അതുപോലെ തന്നെ സമീപവാസികളെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റി നിർത്തുന്ന പ്രവണതയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ദുരന്തത്തിൽ മരണപ്പെട്ടിട്ടുള്ള 6 പേരുടെ ജീവനുകൾ നമുക്ക് രക്ഷിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അതിനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇവിടെ ഇല്ലാതായിരിക്കുന്നത്. ഇനി എന്താണ്? ദുരന്തമുണ്ടായ ദിവസം രാവിലെ 8:30 ആദ്യത്തെ മണ്ണിടിച്ചിലുണ്ടായിട്ടും ഉണർന്ന് പ്രവർത്തിച്ചില്ല. ആദ്യമൊന്നും സംഭവിച്ചു, എന്നിട്ടും അതിനകത്ത് ഒരു തരത്തിലുമുള്ള കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചില്ല എന്നുള്ളതാണ്. 1 ലക്ഷം ക്യൂബിക് മീറ്റർ മണ്ണ് താൽക്കാലികമായി സൂക്ഷിക്കാൻ സ്ഥലം കണ്ടെത്തണമെന്ന കൊങ്കൺ റെയിൽവേയുടെ ആവശ്യത്തോടും ഇവർ മുഖം തിരിച്ചു. അങ്ങനെ നിരവധിയായ പലതരത്തിലുള്ള പല വിഭാഗത്തിന്റെ, ഇപ്പോൾ ഇവിടെ പറയുന്നത് കണ്ടോ, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക്, കൊങ്കൺ റെയിൽവേ കോർപ്പറേഷന് കീഴിലെ കരാർ കമ്പനിക്ക്, അതുപോലെ തന്നെ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന് ഒക്കെ വീഴ്ചകളാണ് സംഭവിച്ചിട്ടുള്ളത്. എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്തമാണ് യഥാർത്ഥത്തിൽ ഒരു ജില്ലയുടെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ സംരക്ഷണം എന്ന് പറയുന്നത്. അത് പല മേഖലകളിലായിക്കോട്ടെ, ഏത് മേഖലയാണെങ്കിലും. ഇതിപ്പോൾ ഇത്ര വലിയൊരു ദുരന്തം വലിച്ചു വെച്ചതാണ്. 3 ദുരന്തങ്ങളെ ഇപ്പോൾ അതിജീവിക്കുന്നു എന്നുള്ളതാണ്. വയനാടിനെ എടുത്തു പറയുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് ഓടിയിരുന്നത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ ആഘാതം എത്രയുണ്ടെന്ന് നമ്മൾ കണ്ടതാണ്. അതിന്റെ നേർക്കാഴ്ചകൾ എത്രത്തോളം ദുരിതപൂർണമായിരുന്നു എന്ന് നമ്മൾ കണ്ടതല്ലേ. അതുകൊണ്ട് ഇനിയും ഇങ്ങനെ ഒരു ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിക്കുക. ഒരു അപകടം വന്നിട്ട് ഞങ്ങൾ തീരുമാനിക്കാം എന്ന് പറയുന്നതിന് മുൻപ് ആ അപകടത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടാൽ അതിന് നടപടി സ്വീകരിക്കുക എന്നത് മാത്രമാണ് പറയാനുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് തന്നെ എടുക്കേണ്ടിയിരിക്കുന്നു. അത് മാത്രമല്ല, ഇതുപോലുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പുതിയ പദ്ധതികൾ തുടങ്ങുമ്പോൾ അവിടെ കൂടുതൽ ഗണ്യമായിട്ടുള്ള പഠനങ്ങൾ നടത്തുക എന്നുള്ളതും മറ്റൊരു വലിയ കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ വീണ്ടും ഉണ്ടാകും. അത് വീണ്ടും നമുക്കൊരു ദുരന്തമായി ഇതുപോലെ പത്രവാർത്തകളിൽ വായിക്കുക എന്നല്ലാതെ മറ്റൊരു നടപടി അതിനുശേഷം നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരു സാധ്യത ഉണ്ടാകും. ഈ മുൻകരുതലുകൾ എടുക്കുക, അതായത് ഒരു പദ്ധതി ഒരു പ്രദേശത്ത് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പദ്ധതികളിലേക്കൊക്കെ കടക്കുമ്പോൾ അത് മുൻകരുതലുകൾ സ്വീകരിക്കുക. അതുപോലെ തന്നെ മണ്ണിടിച്ചിലാഘാതം തടയാൻ വേണ്ടത്ര ഓവുചാലുകളൊന്നും ഇവിടെ നിർമ്മിച്ചിരുന്നില്ല. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ വശങ്ങളും ചിന്തിച്ച് ചെയ്യണ്ടേ? കാരണം ഇത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആളുകളുടെ ജീവനുമായി ബന്ധപ്പെട്ടതാണ്, പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ സാധാരണക്കാരായ ആളുകൾ എന്താണ് ചെയ്യുക? സർക്കാരിനോട് പറയുക, അല്ലെങ്കിൽ അവർ മുഖം തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമൊന്ന് ഓർത്തു നോക്കൂ എത്രത്തോളം ഗുരുതരമാണെന്ന്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഗവൺമെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നൊക്കെയാണ് ഇത്തരം വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ളത്. ഇനി അത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിനുള്ള നിർദ്ദേശങ്ങൾ, ക്രമീകരണങ്ങൾ പാലിക്കുക. അത് മാത്രമാണ് ഇനി ഒരു ദുരന്തത്തെ അതിജീവിക്കാനുള്ള കെൽപ്പ് എന്തായാലും കേരളത്തിലില്ല. നമ്മൾ കണ്ടതാണ് മുൻകാല അനുഭവങ്ങൾ എത്രത്തോളം ദുരിതപൂർണമായിരുന്നു എന്നുള്ളത്. ഇനി അത് ആവർത്തിക്കപ്പെടരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കണ്ടതാണ്, ഇന്നലെയും ഒക്കെ പറഞ്ഞൊരു വാർത്തയാണ്, ഈ ഇറാനിൽ US ബോംബിംഗ് പശ്ചിമേഷ്യയെ വീണ്ടും ഒരു അപകട ഭീതിയിലേക്ക് അല്ലെങ്കിൽ വലിയ ഒരു യുദ്ധഭീതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഗൾഫിലെ US താവളങ്ങളിലേക്ക് ഇറാന്റെ ആക്രമണം നിർത്തിയെന്ന് US സേന.
ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് ഇപ്പോൾ ഈ 3 ആഴ്ച പിന്നിട്ട വെടിനിർത്തൽ ധാരണാപത്രം അവഗണിച്ച് തുടർച്ചയായി 2ാം ദിവസവും ഇറാന്റെ തെക്കൻ തീരത്തും കിഴക്കൻ പ്രവിശ്യകളിലും US ബോംബാക്രമണം. തിരിച്ചടിയായി ഖത്തർ, കുവൈത്ത്, അതുപോലെ തന്നെ ബഹ്റൈൻ, ജോർദൻ എന്നിവിടങ്ങളിലെ US താവളങ്ങൾ ഇറാനും ആക്രമിച്ചിട്ടുണ്ട്. പരസ്പരം ആക്രമണമൊക്കെ നടത്തുന്നു. അതുതന്നെയാണ് ഇപ്പോൾ ഇതിനകത്ത് ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. 2 ദിവസമായിട്ട് നീളുന്ന ഈ ഒരു ആക്രമണങ്ങളിൽ US ആക്രമണങ്ങളിൽ ഇറാനിൽ 14 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, 78 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇറാൻ ആക്രമണങ്ങളിൽ കുവൈറ്റിൽ ഒരാൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ഒരു യുദ്ധം നടക്കുമ്പോൾ അതിന്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ അതിൽ ജീവിക്കുന്ന ആളുകൾ, ആ ഒരു രാജ്യത്തെ ആളുകളുടെ ജീവിതം എന്ന് പറയുന്നത് അത് തുലാസിലാടുന്ന ഒരു സാഹചര്യമാണ്. ഈ യുദ്ധമൊക്കെ നമുക്ക് കേൾക്കാൻ രസമാണ്. നമ്മുടെ രാജ്യത്തിരുന്ന യുദ്ധം നടക്കുന്നു എന്ന് പറയാനും പത്രത്തിൽ വായിക്കാനും ഒക്കെ രസമാണ്. പക്ഷേ അതിനെ അതിജീവിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. ഒരുപാട് ആളുകളുടെ ജീവനാണ്, ഒരുപാട് പേർക്ക് പരിക്കേൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കുറച്ചു നാളുകളായിട്ട് ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധമൊക്കെ, ഒരു ഇറാൻ അമേരിക്കൻ യുദ്ധമൊക്കെ ഒന്ന് കത്തി നിൽക്കുകയായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും ഇന്നലെയാണ് ഷിയ പുണ്യകേന്ദ്രത്തിൽ അലി ഖമനിക്ക് അന്ത്യവിശ്രമം എന്ന് പറഞ്ഞ് അതും ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. ഇന്നലെയാണ് ഈ യുദ്ധം ആരംഭിക്കുന്നത്. അങ്ങനെയുള്ള ചില ഇറാൻ അമേരിക്ക ആ ബോംബിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണ് നമുക്ക് പിന്നെ നോക്കാനുള്ളത്. അതത്ര തന്നെയുള്ളൂ. അത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഇനി നമുക്കറിയാം ഈ ഓപ്പറേഷൻ തൂഫാൻ സംസ്ഥാനത്ത് ലഹരി വിരുദ്ധതയ്ക്കെതിരെ അല്ലെങ്കിൽ ലഹരി തുടച്ചു നീക്കുന്നതിന്റെ ഭാഗമായി ഓപ്പറേഷൻ തൂഫാൻ എന്ന ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ അത് വലിയ രീതിയിൽ മുൻപോട്ട് പോവുകയാണ്. വലിയ ലഹരി വേട്ട തന്നെയാണ് സംസ്ഥാനത്ത് നടന്നതെന്നുള്ളതാണ്. ഇപ്പോൾ ഈ പദ്ധതി അല്ലെങ്കിൽ ഈ ഒരു ദൗത്യം ആരംഭിച്ച ദിവസം തന്നെ തിരുവനന്തപുരത്ത് നിന്നും വലിയ രീതിയിൽ ലഹരി പിടികൂടിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കൂ, പദ്ധതി വിജയകരമാവട്ടെ, ലഹരി പൂർണ്ണമായും തുടച്ചു നീക്കട്ടെ. പക്ഷെ അതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ട ഒരു വാർത്തയാണ് ഇന്നിപ്പോൾ മനോരമയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൊറിയർ കയറി ലഹരി, പരിശോധന വെട്ടിക്കാൻ പുതുതന്ത്രവുമായി മാഫിയ. അതെന്താണെന്ന് വെച്ചാൽ ഈ ഓപ്പറേഷൻ തൂഫാൻ, ഓപ്പറേഷൻ തണ്ടർ പരിശോധനകൾ കടുത്തതോടെ ലഹരിമരുന്ന് അതിർത്തി കടത്താൻ മാഫിയ കൊറിയർ തന്ത്രം പയറ്റുന്നു. പുസ്തകങ്ങൾ ഉൾപ്പെടെ പെട്ടെന്ന് സംശയം തോന്നാത്ത വസ്തുക്കളിൽ ഒളിപ്പിച്ചാണ് ലഹരി മരുന്ന് കൊറിയറിൽ അയക്കുന്നത്. വിവരം ചോരാതിരിക്കാൻ ഒരേ വ്യക്തിയിൽ നിന്നാണ് ലഹരി അയക്കുന്നതും മേൽവിലാസത്തിൽ കൈപ്പറ്റുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ ശ്രീജുഷ, എന്തു കഷ്ടമാണ്. എത്ര താരങ്ങളിൽ ഇപ്പോൾ സംസ്ഥാനത്ത് ലഹരി മാഫിയക്കെതിരെ വലിയ രീതിയിൽ ഒരു ദൗത്യം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ചില തന്ത്രങ്ങൾ. ഒരു രീതി അവസാനിക്കുമ്പോൾ അടുത്ത രീതി വീണ്ടും ലഹരി എത്തിക്കാൻ തന്നെയാണ് ഇവരുടെ ഓരോ ശ്രമങ്ങളും. ഒരു വഴി അടയുമ്പോൾ മറുവഴി തുടരും. നമുക്ക് പലപ്പോഴും നമ്മൾ പല ഘട്ടങ്ങളിലും നമ്മൾ എങ്ങനെയൊക്കെ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഘട്ടങ്ങളിൽ പല വഴികൾ അടയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഇതല്ലെങ്കിൽ മറ്റൊരു വഴി തുറക്കും എന്ന് പറയാറുണ്ട്. ഒരു വഴി അടഞ്ഞാൽ 100 വഴി തുറക്കും, അല്ലെങ്കിൽ വാതിലുകൾ തുറക്കും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് തന്നെയാണ് ഇതിനകത്ത്. പക്ഷെ അത് വേറെ അർത്ഥമാണ്, ഇത് വേറെ അർത്ഥമാണ്. ഇത് ലഹരിക്കെതിരെ അനുകൂലമായിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു പുതിയ തന്ത്രമാണെന്നുള്ളതാണ്. ഇതൊക്കെ എന്താണ് ചെയ്യുക? കൂടുതൽ ആളുകളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് അശ്രാന്തം പരിശ്രമിക്കുമ്പോൾ ഇങ്ങനെയുള്ള പുതിയ വഴികൾ കണ്ടുപിടിച്ചത് മാത്രമല്ല, ബുക്കിൽ ഇങ്ങനെ കടത്തുക എന്നുള്ളത് മാത്രമല്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസത്തിലാണ് മെഡിക്കൽ ഷോപ്പിൽ കയറി വേദന ശമനികളിലൂടെ ഇങ്ങനെയുള്ള ലഹരി മരുന്നുകൾ കണ്ടെത്താൻ ശ്രമിച്ചു എന്നുള്ള വാർത്ത ഉണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇനി പ്രിസ്ക്രിപ്ഷൻ കൂടാതെ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് മരുന്ന് കൊടുക്കരുത് എന്നുള്ള വാർത്ത വരെ വന്നത്. ഈ പാരസെറ്റമോൾ സാധാരണ നമ്മൾ കഴിക്കുന്നത് എന്തെങ്കിലും പനിയും അതുപോലെ തന്നെ നമുക്ക് ഏറ്റു നടക്കാൻ പറ്റാത്തില്ലാത്ത എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരുമ്പോഴാണ് സാധാരണയായിട്ട് നമ്മൾ ഈ പാരസെറ്റമോൾ കഴിക്കുക. ആ പാരസെറ്റമോളിനെയാണ് ഇപ്പോൾ ലഹരിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ലഹരി കിട്ടില്ല എന്ന് അറിഞ്ഞപ്പോൾ അടുത്ത മാർഗം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇതിനകത്തും. പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സംശയിക്കുമോ? നല്ല ഒരു ശീലമാണ് പുസ്തക വായന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആരും സംശയിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള തന്ത്രങ്ങളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആ ദൗത്യ സംഘത്തിനും അതുപോലെ തന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. ഈ ലഹരിയിൽ നിന്നും മോചിപ്പിക്കാൻ ശ്രമിക്കുന്നത് അത് ഈ ലഹരി ആ ദൗത്യത്തിനുള്ളിൽ അല്ലെങ്കിൽ ആ സംഘത്തിനുള്ള ആളുകളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല, സമൂഹത്തിന്റെ പൊതു നന്മയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള ഒരു സത്യം അല്ലെങ്കിൽ ആ ഒരു വസ്തുത തിരിച്ചറിയുക, അതിൽ നിന്ന് മോചിതരാകാൻ പരമാവധി ശ്രമിക്കുക. അല്ലെങ്കിൽ കേരളത്തെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ കാർന്നു തിന്നുന്ന ഒരു വലിയ മാരക വ്യാധിയായിട്ട് ലഹരി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദൗത്യം എന്തായാലും വിജയപൂർണ്ണമാവട്ടെ. അതുമാത്രമല്ല, തൂഫാനുമായി ബന്ധപ്പെട്ട അതേപോലെയുള്ള മറ്റൊരു വാർത്തയാണ് ഓപ്പറേഷൻ തൂഫാൻ പോലീസ് ശക്തമാക്കിയതോടെ മദ്യപിച്ചുകൊണ്ടുണ്ടാകുന്ന അപകട കേസുകളിൽ കുറവ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ അത്യഹിത വിഭാഗത്തിലെത്തുന്ന രോഗികളുടെ എണ്ണത്തിലാണ് ഈ കുറവ് കാണുന്നത്. അപകടത്തിൽപ്പെട്ട് ഏറ്റവും കൂടുതൽ രോഗികൾ എത്തുന്ന രാത്രി 7 മണിക്ക് ശേഷം പ്രകടമായ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. തൂഫാന്റെ കാര്യത്തിൽ എത്ര തന്നെ പറഞ്ഞാലും പുതിയ വഴികൾ കണ്ടെത്തുന്നുണ്ടെന്ന് പറഞ്ഞാലും അത് മെച്ചം തന്നെയാണ് നമ്മുടെ സമൂഹത്തിന് ഉണ്ടാക്കിയിട്ടുള്ളത്.
എപ്പോഴും നമ്മൾ കരുതലോടെ ഇരിക്കേണ്ട ഒരു കാര്യമാണ്. ദൗത്യം സംഘം വലിയ രീതിയിൽ ലഹരി മാഫിയക്കെതിരെ പോരാടുമ്പോൾ അതിൽ തന്നെ ഇന്നലെ കണ്ടു നമ്മൾ ലഹരി സംഘത്തിനുള്ളവർക്ക് തന്നെ 3 പോലീസുകാർക്കും മറ്റും അവർക്കെതിരെ ഒരു കേസെടുത്ത ഒരു കാര്യം നമ്മൾ ഇന്നലെ കണ്ടതാണ്, ഒരു വിഷയം കണ്ടതാണ്. മാതൃക കാണിക്കേണ്ടവർ തന്നെ മോശമായിട്ടുള്ള സന്ദേശം സമൂഹത്തിൽ നൽകാനിരുന്നു കഴിഞ്ഞാൽ ഈ ദൗത്യമൊക്കെ എവിടെ ചെന്ന് നിൽക്കാനാണ്? അപ്പം നമ്മൾ പറയുന്നത് പോലെ അല്ലല്ലോ, ഒരു കാര്യം പ്രവർത്തിച്ചു കാണിക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന്റെ ഒരു വിജയത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് അതിലും കഠിനകരമാണ്. അതുകൊണ്ട് തന്നെ ഒരു ബാലികറ മലയൊന്നുമല്ല ഈ ഒരു വിഷയം എന്ന് പറയുന്നത്. നമ്മളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കപ്പെടാനുള്ളതേ ഉള്ളൂ. പക്ഷേ എല്ലാവരും മനസ്സ് വെക്കണം, ദൗത്യ സംഘത്തിലെ അംഗങ്ങൾ മാത്രമല്ല മനസ്സ് വെക്കേണ്ടത്, എല്ലാവരും അതിനുള്ള സന്ദേശങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. അതിന് ദൗത്യ സംഘത്തിന്റെ വലിയൊരു പിന്തുണയുണ്ട്. ശ്രദ്ധിക്കേണ്ടത് ആ ദൗത്യ സംഘം കൂടി ഈ സന്ദേശങ്ങൾ കൃത്യമായ രീതിയിൽ മാതൃകയിൽ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അവർ വിട്ടുവീഴ്ച നടത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീഴ്ച പറ്റിക്കഴിഞ്ഞാൽ അത് പൊതുജനങ്ങളെ നമുക്ക് ഒരിക്കലും പഠിപ്പിക്കാൻ സാധിക്കില്ല. നമ്മളാണ് കാണിച്ചു കൊടുക്കേണ്ടത്, നമ്മളാണ് നല്ല സന്ദേശങ്ങൾ പകർത്തേണ്ടത്. അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ക്രൂരമായ പീഡനത്തിനിരയായ ഒരു പെൺകുട്ടിയെ കുറിച്ചുള്ള ഒരു വാർത്തയാണ്. അതായത് ഈ ഉസ്ബെക്കിസ്ഥാനിൽ വിദ്യാർത്ഥിനിയുടെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയാണ്. മനോരമയിലെ തന്നെയാണ്. ഉസ്ബെക്കിസ്ഥാനിൽ കൊല്ലപ്പെട്ട MBBS വിദ്യാർത്ഥിനി സാവരിയ ബസന്ത് 21-കാരിയാണ് ക്രൂരമായ ശാരീരിക പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്ന് ബന്ധുക്കൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കുട്ടിയുടെ മൃതദേഹം അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ മൃതദേഹം ഏറ്റുവാങ്ങുവാനായിട്ട് പോയത് അവരുടെ സഹോദരി ഭർത്താവാണ്. അപ്പോൾ അദ്ദേഹം ജനീഷ് എന്നാണ് പേര്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: നെഞ്ചിൽ പലതവണ ആഞ്ഞു ചവിട്ടിയതിന്റെ പാടുകൾ കാണാം. അപ്പോൾ പ്രതിയായ മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി സദറുൽ അനം ആണ് ഈ ഒരു ക്രൂരകൃത്യം അല്ലെങ്കിൽ ഒരു ക്രൂരകൃത്യം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ മതം മാറുവാനായിട്ട് പെൺകുട്ടിയെ നിർബന്ധിച്ചിരുന്നുവെന്നും സഹപാഠികളിൽ നിന്ന് അറിഞ്ഞെന്നാണ് ഈ ജനീഷ്, സഹോദരി ഭർത്താവായിട്ടുള്ള ജനീഷ് പറയുന്നത്. മതപരിവർത്തനം തന്നെയാണ് അതിനകത്ത് പ്രധാനമായിട്ടും വാർത്തയിലേക്ക് നമുക്ക് എത്തേണ്ടിയിരിക്കുന്നത്. മതപരിവർത്തനം ആ ഒരു വിഷയം അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യമാണ്, ഗുരുതരമായ ഒരു പ്രശ്നമാണത്. അത് മാത്രമല്ല, ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി എന്നായിരുന്നു. പക്ഷേ കൊലപാതക വിവരം അറിഞ്ഞ് ഉസ്ബെക്കിസ്ഥാനിൽ എത്തിയ ബന്ധുക്കൾക്ക് സാവരിയുടെ സുഹൃത്തുക്കളിൽ നിന്ന് ലഭിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു. ശരീരമാസകലം മുറിവുകളും ചതവുകളും, നെഞ്ചത്ത് പലതവണ ആഞ്ഞു ചവിട്ടിയതിന്റെയും അടിയേറ്റതിന്റെയും പാടുകളും ഉണ്ടായിരുന്നു. ഇഞ്ചിഞ്ചായി കുട്ടിയെ കൊലപ്പെടുത്തിയെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഇവരുടെ കൂട്ടുകാർ തന്നെ, അതായത് സാവരിയുടെ കൂട്ടുകാർ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ സാദറുൽ അനം എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്ന് കുട്ടിക്ക് മർദ്ദനമേറ്റിരുന്നു എന്നും കണ്ണിൽ പരിക്കുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഈ സാദറുൽ അനത്തിന്റെ പാരന്റ്സുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവന്റെ പാരന്റ്സ് കുട്ടി മതം മാറുകയാണെങ്കിൽ കല്യാണം കഴിക്കാം എന്നുള്ള രീതിയിലുള്ള സംസാരവും ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ സാവരിയുടെ കൂട്ടുകാരികൾ അവരുടെ പാരന്റ്സിനോട് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, പലതവണ മതം മാറാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചു എന്നും പത്രത്തിൽ നൽകി. സഹപാഠികളിൽ നിന്ന് കിട്ടിയ വിവരമാണ് കേട്ടോ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ പെൺകുട്ടിയുടെ, മരിച്ച പെൺകുട്ടി എന്ന് പറയുന്ന സാവരിയുടെ സഹോദരി ഭർത്താവ് ജനീഷിന്റെ ഭാഗത്തു നിന്നും വരുന്നൊരു പ്രതികരണമാണ് ഇത്. പ്രതി നിലവിൽ ഇപ്പോൾ ഇവരുടെ കസ്റ്റഡിയിലാണ്. ഇയാൾക്ക് ശിക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയാണ് കേരളത്തിലും പരാതി നൽകിയതെന്ന് ജനീഷ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹരിപ്പാട് പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. എന്തായാലും ഒരു ദുരനുഭവം തന്നെയാണ്, ഒരു ദുരവസ്ഥ തന്നെയാണ് അത്. ക്രൂരമായ ഒരു പീഡനത്തിന് ഒരു പെൺകുട്ടി ഇരയാകുന്നു, അതും ഇത്തരത്തിലൊരു ക്രൂരമായിട്ട് പല ദിവസങ്ങളിൽ ആക്രമിച്ചു അല്ലെങ്കിൽ വലിയ രീതിയിൽ ഉപദ്രവിച്ചു എന്നുള്ളതാണ്. അതായത് ദേഹമാസകലം വലിയ പാടുകളും മുറിപ്പാടുകളും അതുപോലെ തന്നെ നെഞ്ചിൽ പലതവണ ആഞ്ഞു ചവിട്ടിയതിന്റെ പാടുകളും ഒക്കെ ഉണ്ടെന്നാണ് സഹോദരി ഭർത്താവ് പറഞ്ഞത്. അദ്ദേഹമാണല്ലോ മൃതദേഹം ഏറ്റുവാങ്ങാനായിട്ട് പോയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന കാര്യത്തിൽ വസ്തുത ഉണ്ടാവും. അതാണ് കൊലപാതകവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു ക്രൂര പീഡനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്നത്തെ ഒരു വാർത്ത ഇതാണ്. ഇനിയിപ്പോ എന്തായാലും നമുക്ക് കുറച്ച് സ്പോർട്സ് വാർത്തകൾ നോക്കാം. സാധാരണ എല്ലാ വാർത്തകളും നമ്മൾ വിശകലനം ചെയ്തു എന്ന് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ ക്ഷമിക്കുക. എല്ലാ വാർത്തകളെയും നമ്മൾ വിശകലനം ചെയ്തിട്ടുണ്ട് പരമാവധി സമയത്തിനുള്ളിൽ. ഇനിയിപ്പോൾ കുറച്ച് സ്പോർട്സ് വാർത്തകളിലേക്ക് കൂടി പോകാം അല്ലെ ശ്രീജുഷ? സ്പോർട്സ് വാർത്തകളിലേക്ക് വരുമ്പോൾ ഏറ്റവും നമ്മൾ ഓരോരുത്തരും വളരെ ഉദ്വേഗജനകമായിട്ട് കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സ്പോർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലുള്ള ഒരു വാർത്തയിലേക്ക് പോകാം. ബിഗ് ഫൈറ്റ് എന്നാണ് ഇതിന് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. പാസിംഗ് ഗെയിമാണ് സ്പെയിനിന്റെ മുഖമുദ്ര. നിരന്തരമായി ആക്രമിച്ചു കയറാൻ കെൽപ്പുള്ളവരാണ് ബെൽജിയം. ലോകകപ്പ് ഫുട്ബോളിന്റെ ക്വാർട്ടർ ഫൈനലിൽ ഇരു ടീമുകളും മുഖാമുഖം വരുമ്പോൾ വേറിട്ട പോരാട്ടമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. വെള്ളിയാഴ്ച രാത്രി 12:30 മത്സരം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വാർത്ത, പന്ത് കൈവശം വെച്ച് കളിക്കുന്നതിൽ അഗ്രഗണ്യരാണ് സ്പെയിൻ. യൂലി ഫ്യൂതെ പരിശീലകനായതിനു ശേഷം പാസിംഗ് ഗെയിമിനൊപ്പം ഗോൾ അടിക്കാനുള്ള താല്പര്യം കൂടി
ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്നാലും 5 കളിയിൽ നിന്ന് 9 ഗോൾ മാത്രമാണ് ടീം നേടിയത്. ക്വാർട്ടറിലെത്തിയ ടീമുകളിൽ ഗോൾ വേട്ടയിൽ ഏറ്റവും പുറകിലാണ് സ്പെയിൻ. അതേസമയം 3382 പാസുകളാണ് ടീമിൽ ഉണ്ടായിരുന്നത്. എന്തായാലും പ്രേക്ഷകരെ ഏറെ ഉദ്വേഗജനകമാക്കിയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന വാർത്തകളാണ് സ്പോർട്സിൽ നിന്നും വരുന്നത്. സാധാരണ വാർത്തകളെക്കാൾ എപ്പോഴും കൂടുതൽ കായിക താരങ്ങൾ നോക്കിയിരിക്കുന്നത്, കാത്തു നിൽക്കുന്നത് ഈ കായിക വാർത്തകളെ കുറിച്ച് അറിയാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ വാർത്തകളെ ഒഴിവാക്കി പോകാൻ സാധിക്കില്ല ഒരിക്കലും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. ഈ പാലാപ്പോര് മുറുകുന്നു. പാല എന്ന് പറയുന്നത് അനേകം രാഷ്ട്രീയ ചരടുവലികൾ നടന്ന വലിയ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരു സ്ഥലമാണ് പാല എന്ന് പറയുന്നത്. അപ്പോൾ പാലായെ സംബന്ധിച്ച ഭരണപ്രതിസന്ധി രൂക്ഷമാണ്. ഭരണസ്തംഭനത്തിലേക്കൊക്കെ എത്തുമെന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ പാല നഗരസഭ എത്തിയിരുന്നു ഈ അടുത്ത് തന്നെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് നമുക്കിനി പറയാനുള്ളത്. ഈ നഗരസഭയിൽ രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ ഭരണമുന്നണിയിൽ ഭിന്നത രൂക്ഷമായിരിക്കെ ചെയർപേഴ്സൺ ദിയാ ബിനു പുളിക്കക്കണ്ടത്തിനെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി LDF കോൺഗ്രസ് കൗൺസിലർമാർ. സ്വതന്ത്ര കൂട്ടായ്മയ്ക്ക് പിന്തുണ പിൻവലിച്ചതോടെയാണ് പ്രതിപക്ഷമായ കേരള കോൺഗ്രസ് എം നയിക്കുന്ന ഇടതുപക്ഷ മുന്നണി, അതായത് ഇടതുമുന്നണി നോട്ടീസ് നൽകിയത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതേ ഉള്ളൂ. ഇപ്പോൾ ഈ പല പല പ്രശ്നങ്ങൾക്കൊടുവിൽ ഒന്നൊരു ട്വിസ്റ്റിലേക്കൊക്കെ എത്തുകയാണ്. ഇത്രയും ആരും തന്നെ വിചാരിച്ച് കാണില്ല. അപ്പോൾ ഒരു പക്വതക്കുറവൊക്കെ പലയിടങ്ങളിൽ നിന്നും ദിയെ കുറിച്ചുള്ളൊരു ചില വിമർശനങ്ങളായിട്ട് ഞാൻ കേട്ടിരുന്നു. അതൊരു പക്വതക്കുറവ് തന്നെയാണ് എന്നുള്ള രീതിയിലേക്ക് പലതരത്തിലുള്ള സംസാരങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ നഗരസഭയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ കേരള കോൺഗ്രസ് എം ഉൾപ്പെടുന്ന ഇടതുമുന്നണി അവിശ്വാസം കൊണ്ടുവരാൻ ഇതുവരെ തയ്യാറാകാതിരുന്നത് എന്താണ്, ഇവരുടെ ചെയർപേഴ്സന്റെ രാഷ്ട്രീയ പരിചയക്കുറവ് കാരണമാണ്, അല്ലെങ്കിൽ ചെറുപ്പക്കാരി ആയതിനാലാണ്. അപ്പോൾ എന്താണ്, വളഞ്ഞ പാതയിലൂടെ അധ്യക്ഷ സ്ഥാനം പിടിക്കാൻ പ്രതിപക്ഷത്തിന് താല്പര്യമില്ലാതിരുന്നത് കൊണ്ടൊക്കെയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് ബിജു പാലുപ്പടവൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തൊട്ട് കത്തി തുടങ്ങിയ ഒരു വിഷയമാണ് ഇത്. പാല നഗരസഭയുടെ ഒരു ഭരണ പ്രതിസന്ധി എന്ന് പറയുന്നത്. ഭരണസ്തംഭനത്തിലേക്കൊക്കെ എത്തും എന്ന് വലിയ രീതിയിൽ വിമർശനങ്ങൾ പലയിടങ്ങളിൽ നിന്ന് ഉന്നയിച്ചിരുന്നു. അതായത് രാഷ്ട്രീയമായിട്ട് എല്ലാവരും ഒന്ന് ഉറ്റുനോക്കുന്ന ഒരു കേന്ദ്രമായിട്ട് പാല മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാ വാർത്തകളിലും പാല വാർത്തകളെ കുറിച്ച്, രാഷ്ട്രീയ വാർത്തകളെ കുറിച്ച് ഇന്നും തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ബസ് സ്റ്റാൻഡാണ് ഈ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ്. അവിടുത്തെ ഒരു ഓട്ടോറിക്ഷ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തർക്കമാണ് ഇതിൽ തുടങ്ങുന്നത്. പിന്നീട് അങ്ങോട്ട് കയ്യാങ്കളികളാവുന്നു. പിന്നീട് അവിടുത്തെ ചെയർപേഴ്സൺ ദിയാ ബിനു പുളിക്കക്കണ്ടത്തിന്റെ ഓഫീസിൽ നിന്ന് ഫയലും വാച്ചും അടക്കം കാണാതെ നഷ്ടപ്പെടുന്നു. അതൊരു മോഷണം പോയെന്നുള്ള പരാതിയിലേക്ക് എത്തുന്നു. അടുത്ത കോൺഗ്രസ് കൗൺസിലർക്കെതിരെ ഒരു വലിയ പരാതികൾ ഉയരുന്നു. അങ്ങനെ നിലവിലൊരു വലിയ പ്രശ്നങ്ങളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരുന്ന സാഹചര്യമായിരുന്നു ഇത്. രാഷ്ട്രീയ പ്രാധാന്യം മാത്രമല്ല, വാർത്തകളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ വാർത്തയായിട്ട് തന്നെ പാല എപ്പോഴും ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഇതിപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ UDFന്റെ ചെയർപേഴ്സൺ ആണ് താനെന്ന് ദിയാ ബിനു പുളിക്കക്കണ്ട പറയുന്നു. 3 ദിവസത്തിനുള്ളിൽ തീരുമാനം ഉണ്ടാക്കാൻ KPCC. അപ്പോൾ നേതാക്കന്മാരൊക്കെ ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. അതൊരു നയപരമായ രീതിയിലേക്ക് പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇനി എന്താണ് പാലായിൽ ആളി കത്തുക, അല്ലെങ്കിൽ പാല ഇനി ഏത് രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്ക് പോകും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇനിയും ഉണ്ടാകും എന്തായാലും, അല്ലെങ്കിൽ ഇതൊരു അന്ത്യമില്ലാത്ത വാർത്തയാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയത്തിന് ഒരിക്കലും അന്ത്യമില്ല പാലായിൽ, അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എന്തായാലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ ഇനിയും ഉണ്ടാകും. ഇന്നത്തെ പത്രവാർത്താസ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.